ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ് എക്സ്പാൻഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സാധാരണ ഈ എക്സ്പാൻഷൻസും ഫാക്ടറൈസേഷനും കൂടെ പഠിച്ചു കഴിയുമ്പോഴാണ് എക്സാം വരുന്നത്. അപ്പോൾ പല കുട്ടികൾക്കും ഇത് രണ്ടും തമ്മിലുള്ള കൺഫ്യൂഷൻ സാധാരണ വരാറുണ്ട്. ഞാനിവിടെ ചെയ്യുന്നത് എക്സ്പാൻഷൻസിൽ വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻ ടൈപ്പുകളും മിസ് ഒന്ന് ഓടിച്ച് ചെയ്യുകയാണ്. കേട്ടല്ലോ? നമുക്കറിയാം എക്സ്പാൻഷൻസിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. സെയിം വേ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതുപോലെ തന്നെ ഇവിടെ വേണ്ടതാണ് എ പ്ലസ് 1/a ദ ഹോൾ സ്ക്വയർ ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 1/a സ്ക്വയർ പ്ലസ് 2. എ മൈനസ് 1/a ദ ഹോൾ സ്ക്വയർ ഈസ് എ സ്ക്വയർ പ്ലസ് 1/a സ്ക്വയർ മൈനസ് 2. ഇനി നിങ്ങൾക്ക് വേണ്ട അടുത്ത രണ്ട് ഇമ്പോർട്ടൻറ്റ് കണ്ടീഷനാണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറും എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറും കൂടെ ആഡ് ചെയ്താൽ what is a plus b the whole square plus a minus b the whole square? That is 2 into a square plus b square. Same way a plus b the whole square minus a minus b the whole square is 4ab. ഇനി നിങ്ങൾ നോക്കിക്കേ, മിസ് ചെയ്തിട്ടേക്കുവാണ് കുറേ എക്സാമ്പിൾ. പെട്ടെന്ന് മിസ് വായിക്കുന്നതനുസരിച്ച് നിങ്ങൾക്കൊരു റിവിഷൻ കിട്ടും. 2a plus 7b the whole square is 2a first term square 4a square plus 2 7s are ഇങ്ങോട്ട് നോക്കിയാൽ 2 7s are 14 into 2 28ab plus 49b square. Same way what is 3x plus 1/3x the whole square? 9x square plus 1/9x square plus 2. Then 4a minus 5b the whole square is 16a square minus 5 4s are 20 into 2 40ab plus 25b square. Fourth question, 7x minus 1/7x the whole square is 49x square plus 1/49x square minus 2. ഇവിടെയാണ് മിസ് അടുത്ത പറഞ്ഞ ഫോർമുല എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 4a പ്ലസ് 3b ദ ഹോൾ സ്ക്വയറിൻ്റെ കൂടെ 4a മൈനസ് 3b ദ ഹോൾ സ്ക്വയർ ആഡ് ചെയ്താൽ 2 ഇൻറ്റു ഫസ്റ്റ് ടേം സ്ക്വയർ പ്ലസ് സെക്കൻഡ് ടേം സ്ക്വയർ ഓർ 2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 4a അതിൻ്റെ സ്ക്വയർ 16a സ്ക്വയർ പ്ലസ് 9b സ്ക്വയർ. ഇനി അത് സബ്ട്രാക്ട് ചെയ്യുവാണെങ്കിലോ 5a പ്ലസ് 3b ദ ഹോൾ സ്ക്വയർ മൈനസ് 5a മൈനസ് 3b ദ ഹോൾ സ്ക്വയർ ഈസ് 4ab അല്ലേ. 4 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം 5 4s are 20 ഇൻറ്റു 3 60ab. ഓക്കെ ആയോ? അങ്ങനെ രണ്ട് പ്രോബ്ലം കൂടെ മിസ് ചെയ്തിട്ടേക്കുന്നത് നിങ്ങൾ നോക്കുക. Then next one, അടുത്ത ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് എ പ്ലസ് 1/a ഈക്വൽ ടു 6 ഫൈൻഡ് എ സ്ക്വയർ പ്ലസ് 1/a സ്ക്വയർ. അപ്പം നിങ്ങൾ നോക്കണം, ഇവിടെ ക്വസ്റ്റ്യനിൽ എ സ്ക്വയർ പ്ലസ് 1/a സ്ക്വയർ ആണെങ്കിൽ ഗിവൺ ടേം എ പ്ലസ് 1/a ഈക്വൽ ടു 6 സ്ക്വയറിങ് ബോത്ത് സൈഡ്. എന്താ ചെയ്യണ്ടേ? സ്ക്വയറിങ് ബോത്ത് സൈഡ്. അപ്പോൾ കാണാൻ പഠിച്ചു വയ്ക്കണം. വാട്ട് ഈസ് എ പ്ലസ് 1/a ദ ഹോൾ സ്ക്വയർ? എ സ്ക്വയർ പ്ലസ് 1/a സ്ക്വയർ പ്ലസ് 2 അല്ലേ ഈക്വൽ ടു 36. വെൻ യു കൺവേർട്ട് ദാറ്റ് പ്ലസ് 2 ഇൻ ദ അതർ സൈഡ് ദാറ്റ് ചേഞ്ചസ് ടു -2. അപ്പോൾ 36 മൈനസ് 2 ഈസ് 34 എന്ന് കിട്ടി അല്ലേ. അതേ ടൈപ്പ് തന്നെ മിസ് ദാണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇഫ് എ മൈനസ് 1/a ഈക്വൽ ടു 15 ഫൈൻഡ് എ സ്ക്വയർ പ്ലസ് 1/a സ്ക്വയർ. അവിടെ എ മൈനസ് 1/a ആണ് തന്നേക്കുന്നത്. ഉടനെ നമ്മൾ എന്തോ എഴുതി? ക്വസ്റ്റ്യനിൽ സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയറിങ് ബോത്ത് സൈഡ്. What is a minus 1/a the whole square in the formula? A square plus 1/a square minus 2. അപ്പോൾ -2 അപ്പുറത്ത് പോകുമ്പോൾ 15ൻ്റെ സ്ക്വയർ 225 plus 2 is 227. Got the answer?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് 2a plus 5b equal to 7 and ab equal to 3, find 4a square plus 25b square. അപ്പോൾ 4a square കിട്ടണമെങ്കിൽ 2aയുടെ സ്ക്വയർ, 25 കിട്ടണമെങ്കിൽ 5bയുടെ സ്ക്വയർ. ഹിയർ ഓൾസോ ദ സ്റ്റെപ്പ് ഈസ് സ്ക്വയറിങ് ബോത്ത് സൈഡ്. 2a plus 5b the whole square equal to 7 square. ആര് പറയും 2a plus 5b the whole square എന്താണെന്ന്? ഫസ്റ്റ് ടേം സ്ക്വയർ 4a square plus 2 into ഫസ്റ്റ് into സെക്കൻഡ് അല്ലേ. അപ്പം 5 into 2 10, 10 into 2 20ab plus 25ab square is 49. ഇനി എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ എ ബി തന്നിട്ടുണ്ട് 3. അപ്പോൾ എ ബിയുടെ ഈ പ്ലേസിൽ ആര് കൊടുത്തു? 3 കൊടുത്തു. ഈ 4a square plus 25b square ഒരു സൈഡിലിടുമ്പം 49 minus 60 ഈസ് -11 കിട്ടി. ഓക്കെ ആയോ? സെയിം ടൈപ്പ് അടുത്ത ക്വസ്റ്റ്യൻ മിസ് ചെയ്തിട്ടേക്കുന്നു, ഒന്ന് ചെയ്തെടുത്തേ, ഒന്ന് നോക്കിക്കേ. If 3x plus 4y equal to 12, xy equal to 2, find എന്താ ക്വസ്റ്റ്യൻ? 9x square plus 16y square. അവിടെയും സ്ക്വയറിങ് ബോത്ത് സൈഡാണ്. എക്സ് വൈ അവിടെ 2 തന്നിട്ടുണ്ട്. 24 into 2 48 അപ്പുറത്ത് കൊടുക്കുമ്പം യു വിൽ ഗെറ്റ് 96. കേട്ടല്ലോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് നിങ്ങൾക്കുള്ള വാട്ട് ഈസ് എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ. വാട്ട് ഈസ് എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ? ഉറച്ചു പറഞ്ഞേ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 into ഫസ്റ്റ് into സെക്കൻഡ് പ്ലസ് 2 into സെക്കൻഡ് into തേർഡ് പ്ലസ് 2 into ഫസ്റ്റ് into തേർഡ് അല്ലേ. ഇപ്പം മിസ്സും അത് തന്നെ ഇവിടെ ചെയ്തേക്കുന്നത്. ഒന്ന് പെട്ടെന്ന് നോക്കിക്കോ. 3a plus 4b plus c the whole square. ഫസ്റ്റ് ടേം സ്ക്വയർ പ്ലസ് സെക്കൻഡ് ടേം സ്ക്വയർ പ്ലസ് തേർഡ് ടേം സ്ക്വയർ പ്ലസ് 2 into ഇങ്ങനെ പറഞ്ഞ് തന്നെ ചെയ്യണം. 2 into ഫസ്റ്റ് into സെക്കൻഡ് പ്ലസ് 2 into സെക്കൻഡ് into തേർഡ് പ്ലസ് 2 into ഫസ്റ്റ് into തേർഡ്. ഓപ്പറേറ്റ് ചെയ്ത് എഴുതിയേക്കുന്ന ആൻസറാണ്. ഓക്കെ ആയോ? ഇനി നോക്കിയോ മിസ്, ഒരു 2-3 പ്രോബ്ലം അല്ലേ. നമുക്കറിയാം പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയാണ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് മിസ് ചെയ്തിട്ട്. എപ്പോഴും ഓർത്തോണം, ഇഫ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ ഓർ എ പോസിറ്റീവ് നമ്പർ, സ്ക്വയർ എപ്പോഴും ആരേ വരത്തുള്ളൂ? ഫസ്റ്റ് 3 ടേംസ് എപ്പോഴും പോസിറ്റീവ് വരത്തുള്ളൂ. പിന്നെ ഫസ്റ്റും സെക്കൻഡും എടുക്കുമ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് വന്നു. അടുത്തത് സെക്കൻഡും തേർഡും എടുക്കുമ്പം മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് വന്നു. പക്ഷേ ഫസ്റ്റും തേർഡും എടുക്കുമ്പം പ്ലസ് ആയിരുന്നു. ഓക്കെ, അടുത്തത് നോക്കിക്കോ. 15 ക്വസ്റ്റ്യൻസ് ആയി നമ്മൾ ഇത്രയും നേരം കൊണ്ട് അല്ലേ. 7 മിനിറ്റ് കൊണ്ട് നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആയി. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് വരാവുന്ന ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനാണ്. ഈഫ് a plus b plus c equal to 25, ab plus bc plus ac equal to 9, find a square plus b square plus c square. ആര് പറയും? ഉടനെ തന്നേക്കുന്നത് പെട്ടെന്ന് എഴുതുക. ക്വസ്റ്റ്യൻ സ്ക്വയർ ആയതുകൊണ്ട് എന്താണ് സ്റ്റെപ്പ് ഇവിടെ എഴുതാൻ പോകുന്നത്? സ്ക്വയറിങ് അല്ലേ. സ്ക്വയറിങ്, യെസ്, ബോത്ത് സൈഡ്. അതാണ് സ്റ്റെപ്പ്. ദെൻ വാട്ട് ഈസ് എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ? പെട്ടെന്ന് പറ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. എല്ലാത്തിനകത്ത് ആര് കോമൺ ഉണ്ടായിരുന്നു? 2 ഇൻറ്റു. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. 2 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ഈക്വൽ ടു 25 സ്ക്വയർ 625. അവസാനം എ ബി പ്ലസ് ബി സി പ്ലസ് എ സിക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? 9. 2 ഇൻറ്റു 9 18. അപ്പുറത്ത് പോയപ്പം 607. ഇനി അടുത്തത് നോക്കിക്കേ. ഈഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ 607 ആണെങ്കിൽ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി 9 ആണെങ്കിൽ വാട്ട് ഈസ് എ പ്ലസ് ബി പ്ലസ് സി? ഇവിടെ ഇങ്ങനെ വന്നാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, യു ഹാവ് ടു റൈറ്റ് ദ ഫോമുല. കണ്ടോ, എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമുല എങ്ങോട്ട് എഴുതി വെക്കണം? എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ. ദെയർഫോർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ആരുണ്ട്? 607 പ്ലസ് 2 ഇവിടെ ഉണ്ട്. ഇത് മൊത്തം കൂടെ 9 കൂട്ടുമ്പോൾ 625. Therefore a plus b plus c is equal to root 625 is 25. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത ടൈപ്പാണ് അത്. എക്സ്പാൻഷനകത്ത് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിന് അല്ലേ. ദെൻ വാട്ട് ഇസ് ദ ഫോർമുല? എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ഉറച്ച് പറ. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ. എ മൈനസ് ബി ആകുമ്പം ഓൾട്ടർനേറ്റ്
പ്ലസും മൈനസും കൊടുത്തോണം. ദെൻ ഇങ്ങനെയും എഴുതും എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ്. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 ഫോമുലയാണ് കൊടുക്കുന്നത്. ഈ 2 എണ്ണം പ്രോബ്ലം ചെയ്യാനാണ്, ആപ്ലിക്കേഷന് വേണ്ടിയാണ് ഇത്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ മൈനസ് ബി. ഇതെല്ലാം ബൈഹാർട്ട് ചെയ്തവർക്ക് ആ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക്. ഓക്കെ, ഇത് എഴുതിയെടുക്കുന്നുണ്ടോ? ഇനി മിസ് പറയട്ടെ. എക്സ്പാൻഡ് ആരാണ്? 4a + 3b ദ ഹോൾ ക്യൂബ്. ആരാ കുറച്ച് പറയുന്നത്? എ ക്യൂബ് 4a ദ ഹോൾ ക്യൂബ്. ഇത് 2-3 സ്റ്റെപ്പ് എഴുതണേ കുഞ്ഞുങ്ങളെ, എന്നാലേ അത് തെറ്റാതിരിക്കത്തുള്ളൂ നിങ്ങൾ എത്ര മിടുക്കരാണെങ്കിലും. 4a ദ ഹോൾ ക്യൂബ് പ്ലസ് 3b ദ ഹോൾ ക്യൂബ് പ്ലസ് പറഞ്ഞേ 3 ഇൻറ്റു എ സ്ക്വയർ. ബി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ 4a. 4a ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 3b പ്ലസ് 3 ഇൻറ്റു 4a ഇൻറ്റു സെക്കൻഡിൻ്റെ സ്ക്വയർ. ഞാനത് എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ 4a സ്ക്വയർ 16a സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു 3b സ്ക്വയർ 9b സ്ക്വയർ ഉണ്ട്. അതങ്ങനെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എപ്പോഴും നല്ലതാണ്. ഞാൻ ചെയ്യിക്കുമ്പോൾ എപ്പോഴും 3 സ്റ്റെപ്സാണ് ചെയ്യിക്കുന്നത്. ദെൻ കോപ്പി ദ ഫോം. ആൻസർ 64a ക്യൂബ് പ്ലസ് 27b ക്യൂബ് പ്ലസ് അല്ലേ 16 ഇൻറ്റു 3 48 ഇൻറ്റു 3 144 a സ്ക്വയർ ബി പ്ലസ് 108ab സ്ക്വയർ. സെയിം തന്നെ ഞാനൊരു മൈനസും ചെയ്തിട്ടേക്കുന്നു. നോക്കിക്കോ. വാട്ട് ഈസ് എ മൈനസ് ബി ദ ഹോൾ ക്യൂബ്? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ. കിട്ടിയോ എന്ന് പറ. ഇത് നിങ്ങൾ സാവകാശം ചെയ്യേണ്ടതാണേ. ഓക്കെ, ദെൻ 20th പ്രോബ്ലം നോക്കിക്കേ. നിങ്ങൾ ടൈം എടുത്ത് ചെയ്തോ. മിസ്സ് എല്ലാ പ്രോബ്ലം ഒരു 25 പ്രോബ്ലംസ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവർ എടുത്താൽ ഒരു ചാപ്റ്റർ പെട്ടെന്ന് പരീക്ഷയുടെ തലേദിവസം പഠിച്ചിട്ട് പോവാം. ഓക്കെ, 3x + 1/3x ദ ഹോൾ ക്യൂബ് ആണെങ്കിൽ എങ്ങനെ ചെയ്തേനെ? ഫസ്റ്റ് ടൈം ക്യൂബ് പ്ലസ് സെക്കൻഡ് ടൈം ക്യൂബ് എന്ന് പറയുമ്പോൾ 1/3x ദ ഹോൾ ക്യൂബാണ് അല്ലേ. 1 ക്യൂബ് 1 ആയതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതാഞ്ഞ്. 3 ഇൻറ്റു ഫസ്റ്റ് ടൈം സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് ടൈം പ്ലസ് 3 ഇൻറ്റു ഫസ്റ്റ് ടൈം ഇൻറ്റു സെക്കൻഡ് ടൈം സ്ക്വയർ. കട്ട് ചെയ്ത് വന്നപ്പോൾ ഈ ആൻസർ കിട്ടിയോന്ന് പറഞ്ഞേ മോനെ. ഓക്കെ, ഒരുപാട് പേർക്ക് ട്യൂഷനും ഒന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവർക്കൊക്കെ ഒന്ന് പ്രയോജനമാകട്ടെന്നും കണ്ട മിസ് ഈ ഒരു സമയം എടുത്ത് ചെയ്തത്. ഓക്കെ, കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞേ മോളെ. 20 പ്രോബ്ലംസ് ആയോ? ദെൻ വി ക്യാൻ റൈറ്റ് ദ നെക്സ്റ്റ് വൺ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ, എക്സാമിന് സാധാരണ ചോദിക്കുന്ന MCQനകത്തൊക്കെ. ഈ a + b + c = 0 ആണെങ്കിൽ ഇങ്ങനൊരു ഫോമുലയുണ്ട് ടെക്സ്റ്റിൽ. a ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതിയെന്ന്? 3abc ചെയ്താൽ മതി. ഒന്ന് വെരിഫൈ ചെയ്യാം. a - 15, b 9, c 6. ഉടനെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കണം. a + b + c എന്തോ കിട്ടി? -15 + 9 + 6 ചെയ്തപ്പോൾ എനിക്ക് 0 കിട്ടി. കണ്ടോ? അപ്പം a + b + c ചെയ്തപ്പോൾ 0 കിട്ടിയെങ്കിൽ വാട്ട് ഈസ് -15 ക്യൂബ് പ്ലസ് 9 ക്യൂബ് പ്ലസ് 6 ക്യൂബ്? 15 ക്യൂബ് എന്നൊക്കെ പറയുന്ന വലിയ നമ്പരാണ്. അതൊന്നും ചെയ്യാൻ പോകണ്ട. എന്തോ ചെയ്താൽ മതി എന്നാണ് പഠിപ്പിക്കുന്നത്. 3 ഇൻറ്റു ഫസ്റ്റ് ടൈം ഇൻറ്റു സെക്കൻഡ് ടൈം ഇൻറ്റു തേർഡ് ടൈം. ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു. വെൻ യു മൾട്ടിപ്ലൈ ഓൾ ദീസ് യു വിൽ ഗെറ്റ് -2430. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. MCQനൊക്കെ ചോദിക്കാം, അല്ലെ 2 മാർക്സ് ചോദിക്കാം. ഇനി 21 ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈഫ് a + 1/a 3 ഫൈൻഡ് a ക്യൂബ് + 1/a. അപ്പം മിസ്സ് ഫസ്റ്റ് ടൈപ്പിനകത്ത് പറഞ്ഞായിരുന്നു ഫൈൻഡ് a² + 1/a². മിസ്സ് നിങ്ങളോട് എന്തോ പറഞ്ഞു? സ്ക്വയറിങ് ബോത്ത് സൈഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ എന്നോട് പറയും മിസ്സേ ഇത് ക്യൂബിങ് ബോത്ത് സൈഡാണെന്ന്. അങ്ങനെയല്ലേ ക്ലാസ്സിൽ പഠിപ്പിച്ച? ക്യൂബിങ് ബോത്ത് സൈഡ്. അപ്പോൾ എന്തോ എഴുതി? a + 1/a ദ ഹോൾ ക്യൂബ് = 3 ക്യൂബ്. ഇനി ആപ്ലിക്കേഷൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് കാണാതെ ബൈ ഹാർട്ട് ചെയ്യണം. a ക്യൂബ് + 1/a³ പ്ലസ് 3 ഇൻറ്റു a + 1/a. മറക്കല്ലേ, 3ab എന്നുള്ളത് എയും 1/aയും കൂടെ വെട്ടിപ്പോകുമ്പം 3 ഇൻറ്റു a + 1/a 27. എപ്പോഴും ഓർത്തോണം a + 1/a ആണ് ക്വസ്റ്റ്യൻ 3. അപ്പോൾ 3 ഇൻറ്റു 3 = 9 വരും. 27 - 9 ഈസ് 18. അതേ ക്വസ്റ്റ്യൻ തന്നെ മിസ്സ് മൈനസ് ഇട്ട് ചോദിച്ചു. നോക്കിക്കോ. a - 1/a = 7 ആണെങ്കിൽ a ക്യൂബ് - 1/a³. അവിടെ ക്വസ്റ്റ്യൻ ക്യൂബ് ആയതുകൊണ്ട് ക്യൂബിങ് ബോത്ത് സൈഡ്
ഫോർമുല കാണാതെ പഠിച്ചോ. എ ക്യൂബ് മൈനസ് 1/a ക്യൂബ് മൈനസ് 3 ഇൻറ്റു എ മൈനസ് 1/a ഈക്വൽ ടു 7 ക്യൂബ് ഈസ് 343. ഇവിടെ -3 ഇൻറ്റു എപ്പോഴും ഓർത്തോണം 3 ഇൻറ്റു ക്വസ്റ്റ്യനാണ് വരുന്നത്. 3 ഇൻറ്റു ക്വസ്റ്റ്യൻ. മൈനസ് ആണെങ്കിൽ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആകും, പ്ലസ് ആണെങ്കിൽ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആകും. യു വിൽ ഗെറ്റ് ദ ആൻസർ 364. കിട്ടിയവരുണ്ടോ? 23rd ക്വസ്റ്റ്യനായി കണ്ടില്ലേ, 15 മിനിറ്റ് കൊണ്ട്. ഓക്കെ. ഇഫ് 3a + 4b 8 ആണെങ്കിൽ എന്താ കണ്ടുപിടിക്കണ്ടേ? 27a ക്യൂബ് പ്ലസ് 64b ക്യൂബ്. അപ്പം നമുക്കറിയാം 3യുടെ ക്യൂബാണ് 27, 4ൻ്റെ ക്യൂബാണ് 64. അപ്പം ക്യൂബിങ് ബോത്ത്സ്. പക്ഷേ ഇവിടെ റെസിപ്രോക്കൽ അല്ലാത്തതുകൊണ്ട് ഇവിടെ AB5 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞേ സ്റ്റെപ്പ് എന്താണ്? ഇവിടെ എഴുതണേ ക്യൂബിങ് ബോത്ത് സൈഡ്. ഓക്കെ, ഡൗൺ ഒന്ന് പറയാം. ഫസ്റ്റ് ടൈം ക്യൂബ് പ്ലസ് സെക്കൻഡ് ടൈം ക്യൂബ് പ്ലസ് 3 ഇൻറ്റു AB എന്നൊരു ഫോർമുലയുണ്ട്. 3 ഇൻറ്റു ഇവിടുത്തെ ഫസ്റ്റ് ടൈം ആരാ മോളെ? 3a ഇൻറ്റു സെക്കൻഡ് ടേം 4b. 3 ഇൻറ്റു 3a ഇൻറ്റു 4b ഇൻറ്റു വിതിൻ ബ്രാക്കറ്റ് എപ്പോഴും ക്വസ്റ്റ്യൻ 3a + 4b ഈക്വൽ ടു 512. ഇവിടെ കൊടുത്തേ 3 ഇൻറ്റു 3 9, 4s are 36. AB തന്നിട്ടുണ്ട് 5 ഇൻറ്റു 3a + 4b ഉണ്ട് ഒരു 8. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഒന്നുകൂടെ പറയണോ മിസ്സ്? ഫസ്റ്റ് ടൈം ക്യൂബ് പ്ലസ് സെക്കൻഡ് ടൈം ക്യൂബ് പ്ലസ് 3 ഇൻറ്റു ഫസ്റ്റ് ടൈം ഇൻറ്റു സെക്കൻഡ് ടേം വിതിൻ ബ്രാക്കറ്റ് ഫസ്റ്റ് ടൈം പ്ലസ് സെക്കൻഡ് ടേം. ദെൻ കോപ്പി ദ ആൻസർ. ഓക്കെ, ദെൻ സെയിം ടൈപ്പ് രണ്ടും കൂടെ ചോദിക്കാം. 2 + 2 4 മാർക്സിന് അല്ലെ 3 മാർക്സിന്. എങ്ങനെ? ഇഫ് a + 3b = 6 and ab = 4, find a² + 9b². ആദ്യത്തെ ക്വസ്റ്റ്യൻ. പിന്നെ a³ + 27b³ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആര് പറയും? a + 3b 6 ആണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ സ്ക്വയറിങ് ബോത്ത് സൈഡ്. a + 3b the whole square equal to 6², a² + 9b² + 2ab അല്ലേ? നോക്കിക്കേ, 12 കിട്ടിയവർ എത്ര പേരുണ്ട്? ഓക്കെ, നെക്സ്റ്റ് അവിടുത്തെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് വിട്ടുകളയരുത്. a³ + 27b³ മോനെ നോക്കിക്കേ, ക്യൂബിങ് ബോത്ത് സൈഡ്. a³ + b³ + 3ab എന്നാ. അപ്പോൾ ഇവിടുത്തെ a ഏതന്നെയാണ്? സെക്കൻഡ് ടേം 3b ആണ്, ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 216 - 216 0. ഒന്ന് നോക്കിയേക്കണേ, മിസ് ചെയ്തപ്പം 0 കിട്ടി. ഇസ് ഇറ്റ് ഓക്കെ? Then the last problem, last type. If a + b + c = 0, prove that a³ + b³ + c³ = 3abc എന്ന് കിട്ടണം. അപ്പം നമ്മൾ a + b + c the whole square പഠിച്ചിട്ടുണ്ട്. പക്ഷേ a + b + c the whole cube പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന പ്രോബ്ലത്തിന് റൈറ്റ് a + b + c = 0 implies a + b = we convert this plus c in the other side -c. Now cubing both side കൊടുത്തേ. Question terms are cubes, cubing both side. a + b the whole cube = -c the whole cube. ആര് പറയും ഫോർമുല? a³ + b³ + 3ab into a + b = -c³. ബട്ട് a + b എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം? a + bയുടെ സ്ഥാനത്ത് ആര് കൊടുക്കണം? -c കൊടുത്തു. കണ്ടോ? അപ്പോൾ എനിക്ക് കിട്ടുന്നത് a³ + b³ - 3abc. അതുകൊണ്ട് ഞാൻ -3abc അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അവിടുത്തെ -c³ ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പം a³ + b³ + c³ ഈസ് 3abc. വെരി ഇൻട്രസ്റ്റിംഗ് isn't it? ഇനി ഒരു ടൈപ്പ് ഇവിടെ സെയിം തന്നെ, ഒരു ഇച്ചിരി ഇവിടെ നമ്പർ ഇട്ട് പഠിപ്പിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, a + 2b + 3c = 0 ആണെങ്കിൽ ക്യൂബിംഗ് ആണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? a + 2b = -3c എന്ന് എഴുതി ഫസ്റ്റ് സ്റ്റെപ്പ്. നൗ സ്റ്റെപ്പ് പറ മോനെ. ക്യൂബിംഗ് ബോത്ത് സൈഡ്. a + 2b the whole cube ആര് പറയും? a³ + 8b³ + 3 ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് സെക്കൻഡ് ടേം -27c³. എന്നിട്ട് എപ്പോഴും മറക്കരുത്, ഇവിടെ ഒരു a + 2b ആര് കൊടുത്തോണം? a + 2b = -3c എന്ന് ഞാൻ കൊടുത്തു. അത് ഈ -27³ ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പോൾ +27 ആയി. ഇവിടെയുള്ള -3c ഉള്ളതുകൊണ്ട് അപ്പുറത്ത് പോയപ്പോൾ 18abc ആയി. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ക്ലാസ്? അപ്പം
നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ക്ലാസ് ഇഷ്ടപ്പെടണോ ഇല്ലയോ എന്ന് നിങ്ങളെനിക്ക് കമൻറ്റും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ് എടുക്കാൻ മിസ്സിനൊരു പ്രേരണയാവത്തുള്ളൂ. സ്റ്റഡി വെൽ. ഗോഡ് ബ്ലെസ് യു.